ഹലോ, എല്ലാവർക്കും വലിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ISL തുടങ്ങുന്നതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ് എന്താണെന്നും ഇനി എങ്ങനെ നമുക്ക് ISL കാണാം എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്ക്. പിന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ISL എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISL തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 4 ആയിട്ടാണ് തുടങ്ങാൻ പോകുന്നത് ISL. അന്ന് നമുക്ക് എല്ലാ ആരാധകരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ സെപ്റ്റംബർ 4 ISL തുടങ്ങുമെന്ന് കേൾക്കുമ്പോൾ. കുറേ ആളുകൾ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഈ സീസണോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഈ ISL തന്നെ അവസാനിച്ച് കഴിഞ്ഞാൽ ISL ചിലപ്പോൾ കാണില്ലെന്ന് വരെ വിചാരിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബർ 4 തന്നെ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഈ കേൾക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് സീസൺ തീരുകയും പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ സീസൺ തട്ടിക്കൂട്ടി നടത്തിയ സീസൺ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വട്ടം ചിലപ്പോൾ മാറ്റങ്ങളോടെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ISL ഇതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ ISL കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കൂട്ട് തന്നെ ഫാൻ കോഡിലോട്ടാണ് ഇവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പം ഈ വട്ടവും ഫാൻ കോഡിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ബൈ.